സുഖമായിട്ടിരിക്കും അല്ലേ? വെക്കേഷൻ പുറത്തടിച്ചു പൊളിക്കാന്ന് വെച്ചാൽ നടക്കില്ലല്ലോ, നല്ല ചൂടല്ലേ. ഇതുപോലെ ഒരുമിച്ചിരുന്ന് അകത്തിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾ പ്രായത്തിലുള്ള മക്കൾ എനിക്കുള്ള നിങ്ങളോട് സംസാരിക്കാൻ എളുപ്പമുണ്ടാന്ന് വിചാരിക്കുന്നു. പിന്നെ അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, പുതിയ കാലത്ത് നമ്മളെക്കാളൊക്കെ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഉള്ളതിനേക്കാൾ ഫെസിലിറ്റി കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് അറിവ് നേടാനുള്ള അവസരങ്ങളും, അതുപോലെ കൈവെള്ളയിൽ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള രാജ്യങ്ങളുടെ ലൈബ്രറി യൂണിവേഴ്സിറ്റിയൊക്കെ നിങ്ങളുടെ കൈവെള്ളയിൽ തന്നെ കിട്ടും. അപ്പൊ ഏതിനെ കുറിച്ചും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മറുപടികൾ കിട്ടും. ഞങ്ങളൊന്നും ചെറുപ്പകാലം വെക്കേഷൻ ഒന്നും അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങൾക്ക് പ്രകൃതിയായിട്ടാണെങ്കിൽ മാത്രമാണ് അന്ന് പരിചയം. അന്നത്തെ എൻ്റെ പ്രായമുള്ളവരൊക്കെ 90s ഞങ്ങളെയൊക്കെ വൈകുന്നേരങ്ങളിൽ ആരെങ്കിലും രാവിലെ പുറപ്പെട്ടു പോയാൽ ഞങ്ങളെ വൈകുന്നേരങ്ങളിൽ ആരെങ്കിലും ഒന്ന് ആശ്ലേഷിച്ചാൽ, ഒന്ന് കെട്ടിപ്പിടിച്ചാൽ, ആരെങ്കിലും ഒന്ന് മുത്തം വെച്ചാൽ മാങ്ങ മണക്കും. അതുണ്ടാകുക. അത് പറങ്കി മാങ്ങുണ്ടാവും, കുറുക്കൻ മാങ്ങുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും പറയുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്ന് വെയിലും മഴയും ഒക്കെ കൊണ്ട് നടന്ന ഞങ്ങളും നിങ്ങളും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ടെങ്കിലും അറിവിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നിങ്ങളാണ് കുറച്ചുകൂടെ ബെറ്റർ. അതിനുള്ള അവസരങ്ങൾ എന്റെ കാലത്തുള്ള ആളുകൾ. അപ്പോ അറിവ് നേടുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിക്കാൻ പാടില്ലാത്തതായ വിജ്ഞാനശാഖകളൊന്നും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ പകരാൻ പാടില്ലാത്ത കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിൽ തന്നെ ഉണ്ടാവും. അത് ആര് പറഞ്ഞു തരണം? ആരും പറഞ്ഞു തരണ്ട. നിങ്ങൾക്ക് സെപ്പറേറ്റ് തലച്ചോറ് എന്തിനാ പടച്ചോറിന് ആലോചിച്ചാൽ മതി. ഏതെങ്കിലും ഒരാളുടെ തലച്ചോറിനനുസരിച്ച് ലോകത്തുള്ള എല്ലാം ജീവിച്ചു പോവുക എന്നുള്ള പദ്ധതിയാണെങ്കിൽ അയാളുടെ തലച്ചോറിന് കോപ്പി മാത്രം നിങ്ങൾക്കൊക്കെ തന്നാൽ മതിയായിരുന്നു. സെപ്പറേറ്റ് തലച്ചോറ് തന്നെ നിങ്ങളോട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്ന് പടച്ചോൻ പറയുമ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പറഞ്ഞാൽ അത് അങ്ങനെ അനുസരിച്ചാൽ മതി എന്നുള്ള ശരന്റെ ശാഠ്യത്തിന്റെ അല്ലെങ്കിൽ ചരണ് സാരോപദേശത്തിന്റെ മുന്നിൽ അടിയറവ് പറയേണ്ടതല്ല. യുവത്വത്തിന്റെ അല്ലെങ്കിൽ അറിവ് നേടുന്നവരുടെ തലച്ചോറ് അവനവന് ഒതുങ്ങി സമാധാനപരമായിട്ട് ഒന്നിനും ഇല്ലാണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ അങ്ങനെ പോകാം കേട്ടോ, അത് ഒരു പ്രശ്നമില്ല. പക്ഷെ നിയോഗം എന്തിനാണെന്ന്, അയക്കപ്പെട്ടത് എന്തിനാണെന്നുള്ള ബോധ്യം, അതിനുള്ള ഒരു തേടൽ, അതിനുള്ള ഉത്തരം കണ്ടെത്തണം എന്നുള്ള ഒരു ത്വര ഉള്ളിലുണ്ടെങ്കിൽ, ആ അഗ്നി നിങ്ങൾ അകത്തുണ്ടെങ്കിൽ, അത് ഉത്തരവാദിത്വമായി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളെ മക്കളിലൂടെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിന്റെ അകംപൊരുൾ നിങ്ങൾ തേടേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. എന്നിട്ട് മനുഷ്യരാശിക്ക് ഉപകാരപ്പെടുന്ന, അത് ഓരോ കാലഘട്ടത്തിലും എങ്ങനെ ഉപകരിക്കുന്നോ ആ രീതിയിൽ അതിനെ ചെലവഴിക്കാനുള്ള ഒരറിവ് നിങ്ങൾ നേടിയെടുക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും വേണം. കാര്യം എന്താന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചതിൽ തന്നെ നമുക്ക് 100,000-ൽ പരം പ്രവാചകന്മാരെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പല കാലങ്ങളിലായിട്ട് 25 നബിമാരുടെ പേരുകൾ നമുക്കറിയാം. അവരുടെ തന്നെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയുന്ന നബികളുടെ തന്നെ ജീവിതത്തിൽ അവരെ കാലഘട്ടത്തിനനുസരിച്ചുള്ള നിയമമായിരുന്നില്ല മറ്റൊരു പ്രവാചകന്റെ കാലം വരുമ്പോഴേക്ക്. അതുകൊണ്ട് നീതി, ന്യായം, നിയമം ഒക്കെ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ നിയമങ്ങൾക്കും നീതിക്കും അനുസരിച്ച് നമ്മളോടൊപ്പം ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും, സഹജീവികളായിട്ടുള്ള മനുഷ്യർ മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും, ഇനിയിപ്പോ മനുഷ്യരിൽ പെട്ട തന്നെയായ ഏത് വിശ്വാസികൾക്കും ഒപ്പം ജീവിച്ചു പോകുമ്പോൾ ശരിയും തെറ്റും കാലാനുസൃതമായ രീതിയിൽ പഠിച്ചെടുക്കാൻ നമുക്ക് നമ്മളെ പഠിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് മഹാഭാഗ്യമായി കരുതണം. അപ്പോഴാണ് ഖുർആന്റെ ഒക്കെ ആഴം എത്ര വലുതാണെന്ന് മനസ്സിലാക്കുക. ഞാൻ എൻ്റെ പാട്ടിൽ കഴിഞ്ഞ സദസ്സിൽ ഇതിന്റെ 4ാം പരിഭാഷ റിലീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ പാട്ട് പാടിയിട്ടുണ്ട്. ഖുർആനെ കുറിച്ച് ഞാൻ എഴുതിയ പാട്ട്.
ആ പാട്ട് പാടി വിശദീകരിച്ചപ്പോൾ അത് മനസ്സിലായവർക്കൊക്കെ ഭയങ്കര ആനന്ദവും അഭിമാനവും സന്തോഷവും പ്രോത്സാഹനവും ഒക്കെ ആയിരുന്നു. അത് മനസ്സിലാവാത്ത ആൾക്കാര് സത്യം പറഞ്ഞാൽ എന്നെ വേറെ ഗ്രഹത്തിലെ ജീവിയാക്കി മാറ്റി. ഞാൻ മതത്തിനെതിരായ ഒരാളെ പോലെ എന്നെ ആക്കി മാറ്റി, ദൈവത്തിനെതിരായ ഒരു നിരീശ്വരവാദിയെ പോലെ ആക്കി, എന്തൊക്കെയോ ആക്കി, ഒരുപാട് പേരുകളും. പിന്നെ കുറെ ആൾക്കാർ ശാപമായിരുന്നു, ഇനി പരിപാടി കിട്ടൂല, അല്ലെങ്കിൽ ഇനി ഇവനെ പരിപാടിക്ക് വിളിക്കണ്ട. ഞാൻ ആയിരം വിശ്വസിക്കുമ്പോ അതിന് ഡൗട്ടില്ല. അതും എന്റെ പാട്ടിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിസ്സംശയ വിശ്വാസം നിലനിന്നാൽ ആശ്വാസം. നമ്മളെയൊക്കെ വിശ്വാസം നിസ്സംശയാണ്, ഒരു കടുക് മണി പോലും അതിനകത്ത് സംശയമില്ല. അതുകൊണ്ട് തന്നെ അന്നം തരാൻ തയ്യാറായ ആള് നേരത്തെ കാലത്ത് എഴുതി വെച്ച അന്നം ഇവിടെ ഇത്ര അധികം തരാനോ അല്ലെങ്കിൽ കുറച്ച് കളയാനോ ഒരു സൃഷ്ടിക്കും കഴിയില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ പിന്നെ എന്തിനാണ് ഭയക്കുന്നത്? പറയാൻ ഏൽപ്പിക്കപ്പെട്ട കാര്യത്തെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, പ്രവർത്തിക്കാൻ ഏൽപ്പിക്കപ്പെട്ട കാര്യത്തെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നമ്മൾ ശരിക്കും സമൂഹത്തിന് ഉപകരിക്കുന്ന മനുഷ്യരായി, അല്ലെങ്കിൽ മനുഷ്യനെ ഒരു ശ്രേഷ്ഠ സൃഷ്ടിയായിട്ട് പടച്ചവൻ ബലക്കത്ത് കറന്ന ബനി ആദം എന്നൊക്കെ പറഞ്ഞ് പരിഗണിച്ചിരിക്കുന്ന എന്തിനാണ്? ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ജീവിച്ച് കാണിച്ചു കൊടുക്കുമ്പോഴാണ്. അല്ലാതെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞാൽ സമൂഹത്തിലെ ഭൂരിപക്ഷം എനിക്ക് എതിരാവും എന്നൊക്കെ വിചാരിച്ച് ജീവിത സുഖത്തിനു വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ നിലകൊള്ളുന്ന മേഖലയിൽ നഷ്ടം വരുമെന്ന് വിചാരിച്ചിട്ടൊക്കെ നമ്മൾ പറയാൻ നിയോഗിക്കപ്പെട്ട കാര്യത്തെ മൂടി പറയാതിരുന്നാല് നഷ്ടം നമുക്കൊരു വ്യക്തിക്ക് മാത്രമല്ല, ഈ ലോകത്തിനാണ് നഷ്ടം. ലോകത്ത് വരാനിരിക്കുന്ന അനേകാര്യങ്ങൾക്കാണ് നഷ്ടം. ആ നഷ്ടത്തിലേക്ക് നമ്മൾ കാരണക്കാരായിക്കൂടാ എന്നുള്ളതിനാണ് ഇത്തരം ക്യാമ്പുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇതുപോലെയുള്ള സ്ഥലത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചിരുത്തിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനീ പറയുന്നതൊക്കെ ബോറായിട്ട് തോന്നുന്നു നിങ്ങൾക്ക്. ഇനി പാട്ട് പാടണോ? പാട്ട് അവർ പറയുന്ന കാര്യമൊന്നും മനസ്സിലാത്ത, നിങ്ങൾക്ക് മനസ്സിലാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഏറ്റവും ചുരുക്കി പറഞ്ഞത്, നിങ്ങളെല്ലാവരും സെപ്പറേറ്റ് വ്യക്തികളായിരിക്കെ നിങ്ങളൊരു ലോകം കൂടിയാണ്. ഓരോരുത്തരും ഒരു ലോകമാണ്. അപ്പൊ നിങ്ങൾക്കകത്ത് നിങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അതിന്റെ സൂചനകൾ മനുഷ്യന് മാത്രമാണ്, മനുഷ്യ കുഞ്ഞുങ്ങൾ മാത്രമാണ്, പിന്നെ അപൂർവം ചില ജീവികൾ മാത്രമാണ് ഈ ജനിച്ചു കഴിഞ്ഞാൽ പരസഹായം കൊണ്ട് മാത്രം നടക്കാനും ഇരിക്കാനും പെരുമാറാനൊക്കെ പഠിക്കേണ്ട ഒരു സ്ഥിതി ഉള്ളത്. എന്നാൽ നമ്മൾ ഒരുപാട് നമുക്ക് ചുറ്റിലുള്ള കോഴീന്റെ ജീവിതം എടുത്തു നോക്കിയാൽ മതി, അതുപോലെ താറാവിന്റെ ജീവിതം എടുത്തു നോക്കിയാൽ മതി. അങ്ങനെ ഒരുപാട്. കാട്ടി എന്ന് പറയുന്ന ഒരു മൃഗമില്ലേ, നമ്മുടെ കാട്ടുപോത്ത് എന്നൊക്കെ ചിലർ പറയും, ഭയങ്കര അപകടകാരിയാണ്. ആനേനേക്കാൾ അപകടകാരിയായ ഒരു സാധനം. അതിന്റെ അത് ഗർഭിണിയായിരിക്കുമ്പോഴും പൊതുവെ അതിന്റെ നാവിന് ഭയങ്കര കട്ടി കൂടുതലാണ്. ഗർഭിണിയായിരിക്കുമ്പോൾ അത് കുറച്ചും കൂടെ മൂർച്ച കൂടുന്ന പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അത് പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ സോഫ്റ്റ് ആയിട്ടുള്ള തൊലിയായിരിക്കും കുറെ ആഴ്ചകളോടോ. അപ്പൊ അത് സ്വന്തം മാതാവ് അതിനെ നക്കി തുറക്കുകയാണെങ്കിൽ മറ്റു മൃഗങ്ങൾ ചെയ്താൽ അത് അപകടകരമായി ചത്തുപോകും, അല്ലെങ്കിൽ അതിന് തൊലി ശരീരം മുറിഞ്ഞു പോകും. അതുകൊണ്ട് കാട്ടി ജനിച്ചു വീണപാടെ എങ്ങോട്ടോ ഓടിക്കളയും കുഞ്ഞുങ്ങൾ. എന്നിട്ട് കുറെ ഒറ്റയ്ക്ക് കഴിഞ്ഞതിന് ശേഷമാണ് അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നത്. അതാണ് പറഞ്ഞു കൊടുത്തിട്ട് ഏതെങ്കിലും പുസ്തകത്തിൽ പഠിച്ചിട്ടല്ല. ജനറ്റിക്കലി നിങ്ങളുടെ അകത്തെല്ലാ കാരണം നിങ്ങളാകുന്ന ലൗഹിക മഹഫൂദിനകത്ത് ഫിക്സഡ് ആണ് എല്ലാ സാധനവും. പിന്നെ അതിന്റെ സൂചന ഒരു കാറ്റലോഗ് നിങ്ങൾക്ക് തരും, അത്രേ ഉള്ളൂ. ഇപ്പൊ ആ സൂചനയാണ് പരിശുദ്ധ ഖുർആൻ എന്ന് മനസ്സിലാക്കുക. ആ സൂചന പദാർത്ഥപരമായിട്ട് നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ, ഭാഷാർത്ഥം മാത്രമായി ഇതിന് ഖുർആൻ ബാഹ്യാക്ഷരങ്ങൾക്കും അപ്പുറം ഉണ്ടേറെ അറിയാൻ എന്ന് എഴുതി പോയതിനാണ് ഞാൻ മുർത്തദും എന്നെ വിമർശിച്ച് തെറിവിളിക്കുന്നവരും ഭീഷണിപ്പെടുത്തുന്നവരൊക്കെ മോമിനുമായിരുന്നു. ഭയങ്കര വിരോധാവസ്ഥകളെ. എന്ത് രസകരമായ അല്ലേ? ഭാഷാർത്ഥം മാത്രമായിട്ട് എന്തിനാണ് നിങ്ങൾ ഈ ഖുർആനെ കാണുന്നത്? നമുക്ക് വളരെ സാഭിമാനത്തോടു കൂടി ലോകത്തോട് വിളിച്ചു പറയാനുള്ള ദൈവം, ഇത് അല്ലാഹു നമ്മോട് മിണ്ടുന്നതാ, ഇത് ഏൽക്കാതെ പോയെങ്കിൽ എന്താ കഥ എന്നാണ് അതിന്റെ വൈലപ്പിങ്. ഇത് പഠിച്ചവൻ നമ്മളോട് സംസാരിക്കുക. ആ ബോധം എനിക്ക് ഉണ്ടാക്കി തരുന്നത് 7ാം ക്ലാസ് പഠിക്കുമ്പോൾ എന്റെ പ്രജീഷ്, എന്റെ സുഹൃത്ത് എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്. അല്ല, പഠിച്ചവനോട് നീയൊക്കെ ഇങ്ങനെ പറയല്ലാതെ ദൈവം നമ്മളോടൊന്നും മിണ്ടുന്നില്ലാലോ എന്ന്. അപ്പൊ എന്റെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു സാധനമാണ് ഞാൻ ഈ പാട്ട് എഴുതുമ്പോൾ ആലോചിച്ചത്.
ഇത് ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ് ഈ സംഭവം. കാരണം മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യൻ കണ്ടെത്തിയ ഭാഷകൾക്കൊക്കെ എത്രയോ അപ്പുറത്താണ് ദൈവം എന്ന് പറയുന്ന എനർജി. അതിന് നമ്മളെ നീതിബോധം നമ്മൾ വിചാരിക്കുന്ന കണക്കുകൂട്ടലൊന്നല്ല. പക്ഷെ നമ്മൾ അതിലേക്ക് എത്തി, ആ അറിവിലേക്ക് എത്തിയിട്ട് അതിനെ മനസ്സിലാക്കിയാൽ, നമ്മൾ സ്വന്തത്തെ പഠിച്ചു ആയി നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി ബാപ്പയും ഉമ്മയൊക്കെ പേരിട്ട് വിളിച്ചുകൊണ്ട് ആ പേരിന്റെ ഒരു ഉടമസ്ഥൻ, അത് മാത്രം ബാധ്യതപ്പെട്ട ഒരാൾ എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ദൈവത്തിന്റെ പ്രതിനിധിയാണ്, എന്നീ ജാഹിലുൽ ഖലീഫ എന്ന് പറഞ്ഞ് നിയോഗിക്കപ്പെട്ട ഒരാളാണെന്ന തിരിച്ചറിവിൽ നിന്ന് ചിന്തിച്ചാൽ ഞാൻ ഈ പറയുന്ന പദാർത്ഥത്തിനപ്പുറത്തേക്കുള്ള ഖുർആന്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലൂടെ ഉൾക്കൊള്ളുകയും എന്തിനാണോ നിയോഗിക്കപ്പെട്ടത് അത് പൂർത്തീകരിക്കുകയും ചെയ്യണം എന്നാണ് ഇതിലൂടെ എനിക്ക് പറയാനുള്ളത്. എന്ന് പറഞ്ഞാൽ കുറെ കാലം ലക്ഷ്മിയും പിടിച്ച് പള്ളിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലി പാപങ്ങൾ ഇല്ലാതിരിക്കാൻ ആണ് തൗബ. ഇല്ലാതെ നിലനിർത്തുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെ തൗബ. അല്ലാതെ സർവ്വ പാപവും ചെയ്തിട്ട് കുറെ ഓഫറുണ്ട്. ഇന്ന് നോമ്പെടുത്താല് കഴിഞ്ഞ കൊല്ലത്തവും ഇനി വരാനുള്ള കൊല്ലത്തവും രണ്ട് പാപങ്ങൾ പൊരുത്തപ്പെട്ടു പോയി. അപ്പൊ പിന്നെ സുഖമായി, പാപം ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ഇവിടെ ആയി. എന്റെ ഒരു അനുഭവം പറയാം. ബോറടിക്കുന്നുണ്ടോ? ഞാൻ 2 പാട്ട് എന്തായാലും പാടും, ഒച്ചയില്ല എന്നാലും. എന്റെ സുഹൃത്ത്, എന്റെ കുടുംബക്കാരൻ, അവനൊരു പള്ളിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ ചെറുപ്പം മുതലേ സുന്നി ആശയക്കാരനാണ്. പക്ഷെ നേരെ വിപരീതമാണ്. എൻ്റെ ഉപ്പാന്റെ കുടുംബക്കാരൻ മൊത്തം സെൽഫികളാണ്. അപ്പൊ എനിക്ക് അതിനോട് പണ്ടേ അതായത് പ്രവാചകരുടെ ജന്മദിനമൊന്നും കൊണ്ടാടാത്തതിന്റെ പേരിൽ അവരോട് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം എനിക്കിപ്പുറത്ത് പ്രവാചകനെ അത്രമേൽ പ്രണയം അന്ന് ഇന്നും. ഞാൻ എൻ്റെ പേന എടുത്തിട്ട് ഏറ്റവും കൂടുതൽ എഴുതിയിട്ട് മതിയാകാത്തൊരു വിഷയം പ്രവാചകനാണ്. അതിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുള്ള പാട്ടുകൾ നിങ്ങൾക്ക് വല്ല അവസരത്തിലും സമയം കിട്ടി താല്പര്യവും ഉണ്ടെങ്കിൽ നിങ്ങൾ കേട്ടു നോക്കിയാൽ കഴിഞ്ഞ പാട്ടിന് ഇല്ലാത്ത കാര്യങ്ങൾ പുതിയത് എഴുതാനുണ്ടാവും. ഇനി എത്രയോ എഴുതാനുണ്ട്, എത്രയോ കവികൾ എഴുതി. ഇനി ആരൊക്കെ എഴുതാൻ വന്നാലും ഇനിയും ഒരുപാട് എഴുതാനുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കാലശേഷം നിർഭാഗ്യവശാൽ സ്നേഹിക്കപ്പെട്ടവർ അല്ലെങ്കിൽ പിൻഗാമികൾ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു വെച്ചിരുന്നവരിൽ തന്നെ അദ്ദേഹത്തിനോട് അസൂയയും ശത്രുതയും വെച്ചു പുലർത്തിയ പലരും പിൽക്കാലത്ത് എഴുതി കൂട്ടി വേറൊരു രൂപത്തിലുള്ള മറ്റു മതസ്ഥർക്കും മറ്റുള്ളവർക്കൊക്കെ ചോദ്യം ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാക്കി പ്രവാചകനെ മാറ്റിക്കളഞ്ഞു എന്നുള്ളത് മറ്റൊരു വശം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അതെ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഫ്രണ്ടില്ലേ, അത് ഞാൻ പറഞ്ഞു. അതാണ് അതിലേക്ക് വന്നപ്പോഴാണ്. അപ്പൊ അവൻ ചോദിച്ചൊരു ചോദ്യം എൻ്റെ അടുത്ത്, ഞാൻ എത്രയോ കാലമായിട്ട് ശരികളിൽ മാത്രമാണ് ജീവിക്കുന്നത്. നിനക്കറിയാമോ ഞാൻ പള്ളിയിൽ നിൽക്കുന്ന ആളാണ്, ഞാനൊരു തെറ്റും ചെയ്താൽ എനിക്ക് തോന്നുന്നില്ല. നീയാണെങ്കിൽ ഈ പറഞ്ഞ ധാരാളമായ പാട്ടും അഭിനയമൊക്കെ ആയിട്ട് പോകുന്നു. പക്ഷെ നിന്റെ ജീവിതവും എൻ്റെ ജീവിതവും ദുനിയാവിൽ എനിക്ക് സത്യത്തിൽ സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തൊക്കെ ഞാൻ അനുഭവിക്കേണ്ടി വരുന്നുള്ളൂ. ഇതും പരീക്ഷണമായിരിക്കുമോ? ഞാൻ പറഞ്ഞത്, അങ്ങനെ വെറുതെ ഓരോന്നും പരീക്ഷിക്കുക എന്നുള്ള പരിപാടി നീ അങ്ങനെ വിശ്വസിച്ച് വെക്കുന്നതുകൊണ്ടല്ലേ. ഖൈറും ഷെറും മിനല്ലാഹിത്താല എന്നുള്ളതിനെ കദറുകള എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞ നീതിബോധം, ദൈവത്തിന്റെ നീതിബോധം എന്താണെന്നുള്ളത് ഉൾക്കൊള്ളണമെങ്കിൽ കുറച്ച് കടുപ്പുണ്ട്. അത് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളണമെന്നില്ല. കാട്ടില് എരതയിടുന്ന മാന്റെ പിന്നാലെ ഓടുന്ന പുലിയുടെ ഭാഗത്താണോ പടച്ചോന്റെ നീതിയുള്ളത്? മക്കൾക്ക് പാലൂട്ടാൻ നടക്കുന്ന, ഭക്ഷണം നേടി പുല്ല് നിന്ന് നടക്കുന്ന ഈ പുലിനെ പൊഴിച്ച് ജീവനം കൊണ്ട് ഓടുന്ന മാനിന്റെ കൂടെയാണോ ദൈവത്തിന്റെ നീതിയുള്ളതെന്ന് ചോദിച്ചാൽ അത് മറുപടി പറഞ്ഞു കൊടുക്കണ വേറെ തലത്തിലുള്ള പഠനം വേണം. അപ്പൊ ഇവ എൻ്റെ അടുത്ത് പറഞ്ഞ ഞാൻ ശരികളിലാണ് പോകുന്നത്, എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് അനുഭവം? അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ച ഒരൊറ്റ ചോദ്യമാണ്, നീ ചെയ്യുന്ന ശരികളിലെ തെറ്റിനെ പരിശോധിക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം സുബഹി നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യനെ ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു സംഗതിയാണ്, മനുഷ്യനെ ശുദ്ധീകരിക്കാനുള്ള. മനുഷ്യൻ മറ്റു മൃഗങ്ങളിൽ നിന്നും വൃത്തികെട്ടാൽ ഇത്രയും, അതായത് സംസ്കരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇത്രമേൽ ഡേഞ്ചറസ് ആയിട്ടുള്ള മൃഗം വേറെ ഇല്ല മനുഷ്യൻ. എവിടെയാണ്, അമേരിക്കയിലോ മറ്റോ എവിടെയോ മ്യൂസിയത്തില് വേൾഡിലെ
ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മൃഗത്തെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കവാടമുണ്ട്. അതിന്റെ അകത്തേക്ക് പോയി 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 കുറേ സഞ്ചരിച്ച് അവസാനം ഒരു കണ്ണാടിക്ക് മുമ്പ് നമ്മൾ എത്തും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മൃഗമാണ്. കണ്ടില്ലേ സോഷ്യൽ മീഡിയയില് ഈ ഒരൊറ്റ മനുഷ്യൻ വിചാരിക്കുമ്പോഴത്തേക്ക് ലോകത്ത് എന്തെല്ലാം ചലനങ്ങളും പ്രശ്നങ്ങളും തീവ്രവാദപരമായ കച്ചറകളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നത് വെറും മനുഷ്യന്റെ കുറിച്ചൊക്കെ കുനിഷ്ഠ ബുദ്ധിയാണ്. അപ്പൊ മനുഷ്യൻ സംസ്കരിക്കപ്പെടുക എന്നുള്ളത് ഈ പറഞ്ഞ ഇബാദത്തുകളിലൂടെ. നിസ്കാരം എന്ന് പറയുന്നത് സ്വലാത്ത് മുനാജാത്തുൽ മുഅ്മിനീൻ വമറാജുൽ മുഅ്മിനീൻ എന്നൊക്കെയാണ് ഞാൻ പഠിച്ചത്. ദൈവമായിട്ടുള്ള ഒരു ലയനമാണ് നിസ്കാരം. അങ്ങനെ സംശുദ്ധമായ സുബഹിയാണ് നമ്മൾ നിസ്കരിച്ചതെങ്കിൽ ദുഹറിന്റെ ഇടയിൽ ഒരു തെറ്റ് ചെയ്യാൻ നമുക്ക് പറ്റൂല എന്ന എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ഉറപ്പിക്കുന്നു. പിന്നെ ദുഹർ ശരിയായ പിന്നെ അസറിന്റെ ഇടയിൽ ഒരു തെറ്റ് ചെയ്യാനോ നമ്മൾ പറ്റൂല. അപ്പൊ ഈ സുബഹിയും ദുഹറൊക്കെ ചെയ്യുന്നതിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ നിയ്യത്ത് മുതലേ സംഭവിച്ചിട്ടുണ്ട്. ഒന്നാമത് നമ്മളെ വീട്ടിനടുത്ത് തൊട്ടടുത്ത് പള്ളി ഉണ്ടായാല് നമ്മളെ വിഭാഗക്കാരന്റെ പള്ളി അല്ലാത്തതുകൊണ്ട് വാശിക്ക് നേരെ നമ്മളെ ആശയക്കാരന്റെ പള്ളിയിൽ പോകാൻ പറഞ്ഞ് വണ്ടി എടുത്ത് പോകും. 10 അടി നടന്നാൽ പള്ളിയുണ്ട്, പക്ഷെ 10 കിലോമീറ്റർ അപ്പുറത്താണ് അവനവന്റെ ആശയക്കാരന്റെ പള്ളിയുണ്ടല്ലോ, അങ്ങോട്ടേക്ക് വണ്ടി എടുത്ത് പോയി. അപ്പൊ തന്നെ നീയത്ത് മാറിയില്ലേ? അസ്വലാത്ത് അല്ലെ? നമ്മളിപ്പം നീയത്ത് എന്താണ് മനുഷ്യന്? നിസ്കരിക്കാൻ പോകുമ്പോൾ ആദ്യത്തെ നീയത്തുണ്ടാ ഉസല്ലി ലില്ലാഹി തആല. അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്ന ഒരുത്തന്നെ ആശയക്കാരനെ പേടിക്കുന്ന എന്തിനാ? അത് ഏത് റൂട്ടുമ്മലും എവിടെ വൃത്തിയുണ്ട് നിങ്ങൾക്ക് ഉറപ്പുള്ള സ്ഥലത്ത് നേരെ നിന്ന് നിങ്ങൾ പരിശുദ്ധരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നേരെ നിന്ന് കൈയ്യട്ടി ഇങ്ങനെ നിസ്കരിച്ച് ചെല്ലുന്ന ആദ്യത്തെ പ്രതിജ്ഞ ചെന്നെ മറ്റെല്ലാ കെട്ടുബന്ധങ്ങളും വിട്ടുകൊണ്ട് ഞാൻ നിന്റെ വജീഹിനെ മാത്രം പ്രതീക്ഷിച്ച് ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുന്നതാണ്. വജ്ജഹത്ത് വജീഹിലുള്ളത് അങ്ങനെ അല്ലെങ്കിൽ ഞാൻ മുശ്രിക്കീങ്ങളിൽപ്പെട്ടവരാണ്. അപ്പൊ എത്ര ആൾക്കാർ ഒരു വക്തിന് കള്ളത്തരം പറയുന്നുണ്ടാവുന്ന ആലോചിച്ച് നോക്കിയാൽ നീയത്തിൽ തന്നെ. അപ്പൊ ഇത് തിരുത്താൻ പറ്റൂല. നമ്മൾ പ്രവാചകന്മാരൊന്നുമല്ല, ഔലിയാക്കന്മാരൊന്നല്ല, നമ്മൾ സ്വഹാബത്തൊന്നും അല്ലല്ലോ, നമുക്ക് തെറ്റു പറ്റും. അങ്ങനെ ഒരു സാധനം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള നിസ്കാരം അല്ലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇബാദത്തുകൾ പ്രത്യേക ഒരു വിഭാഗത്തിന് മാത്രമേ സാധിക്കുള്ളൂ, അല്ല അവര് മാത്രമാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അത് ഇപ്പം നമ്മളെ ഉമ്മ വാപ്പമാര് മരിച്ചാൽ, പ്രിയപ്പെട്ടവർ മരിച്ചാൽ പോലും ഉസ്താദാണ് ദ്വാരക്കണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പൊട്ടന്മാരുണ്ട് നമ്മളെ കൂട്ടത്തില്. നമുക്കുള്ള റിലേഷൻ എങ്ങനെയാണ് പള്ളിയിൽ താൽക്കാലികമായിട്ട് ഇമാമ നിൽക്കാമെന്ന ഏതോ നാട്ടിൽ ഉസ്താദ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരാളോ അദ്ദേഹമെങ്കിൽ പരിഗണിക്കാം. തീർച്ചയായിട്ടും പിന്നെ ഈ പറയുന്ന മാതിരി നമ്മളെ ബാപ്പയും ഉമ്മയൊക്കെ ആയിട്ട് അവർക്കും ബന്ധങ്ങളുണ്ടാവും, സ്നേഹബന്ധങ്ങളുണ്ടാവും, അവർ തമ്മിൽ റെസ്പെക്ട് ഉണ്ടാവും. പക്ഷെ നമ്മളെ പൈസയും കൊടുത്തൊരു 500 റുപ്യ ചുരുട്ടി കൊടുത്തിട്ട് ഉസ്താദിനെ കൊണ്ട് ദ്വാരപ്പിക്കുക എന്ന് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ബാധ്യത ഇല്ലേ? അല്ലെങ്കിൽ ഈ ഇമാമ നിൽക്കുന്ന ആളിന്റെ അതേ ബാധ്യത മാമൂമിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലേ? ഉണ്ട്. കാരണം നമ്മള് മസ്ബൂക്കായിട്ട് തുടങ്ങുകയാണ്. പിന്തി തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ഇമാമും ജമാഅത്തെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇമാമായി ബാക്കിൽ ഒരുത്തം വന്ന് തൊട്ടാൽ അപ്പൊ അതേ ഉത്തരവാദിത്വം നമുക്കില്ലേ? അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഒന്നേന്ന് തുടങ്ങി നമ്മളെ ചെയ്യാൻ പോകുന്ന വിഭാഗത്തിന്റെ കാര്യത്തില് ബോർഡില്ലാത്ത ബസ്സിൽ കയറിയിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. കൃത്യമായിട്ട് പഠനം നടത്തി നമ്മളെ തന്നെ സ്വയം സംശുദ്ധരാക്കി അകത്ത് ഉണവുണ്ടായ മാത്രമാണ് ഈ പുറത്തെ കൈയും കാലൊക്കെ കൈയിട്ട് കാര്യമുള്ളൂ. ഹൃദയശുദ്ധി വരുത്തിയാൽ മാത്രമാണ് അംഗശുദ്ധി വരുത്തിയിട്ട് നിസ്കരിച്ചിട്ട് കാര്യമുള്ളൂ. ഹൃദയശുദ്ധി ഉണ്ടാവണമെങ്കിൽ സഹജീവികളോടൊക്കെ സ്നേഹം ഉണ്ടാവണം. അല്ലാണ്ട് ഞാനല്ലാത്ത ബാക്കി എല്ലാവരും നരകത്തില്, അല്ലെങ്കിൽ എനിക്കൊരു പേര് മുസ്ലിം ഒരു അറബിക് നെയ്മുണ്ടായതുകൊണ്ട് ഞാൻ ഭയങ്കരനായിപ്പോയി എന്നുള്ള ധാരണ ഉണ്ടല്ലോ, അത് ഭയങ്കര മോശം പരിപാടിയാണ്. ആ ധാരണയിലൊന്നും നിങ്ങളൊന്നും ചെന്ന് പെട്ടുപോകരുത്. അല്ലെങ്കിൽ 5 വക്ത് നിസ്കരിക്കുന്നതുകൊണ്ട് ഞാനൊരു ഭയങ്കര സംഭവമായി എന്റെ മുന്നിൽ ബാക്കിയുള്ളൊരു അതായത് ചില മഹലിലുള്ള ആൾക്കാരെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ പണിക്ക് പോകുന്നവരൊക്കെ ഇവരെ പള്ളിയിൽ തന്നെ മുന്നിൽ കാണണം എന്നാണ്. പല സ്ഥലത്ത് പണിക്ക് പോകുന്നവരുണ്ടാവും. വീട്ടിലുള്ള സമയത്ത് ഓക്കെ അവനെ തൊട്ടടുത്ത പള്ളിയിൽ കാണാൻ സാധ്യത ഉണ്ടാവും. അല്ലാത്ത സമയത്ത് അവരെ മുന്നിൽ കാണാത്തതുകൊണ്ട് വിലയിരുത്തുകയാണ്, ഇവൻ നിസ്കരിക്കില്ല. മഹിഷർ എന്തിനുള്ള മാലിക് യൗമുദ്ദീൻ എന്ന് പറഞ്ഞ ഒരു വചനം എന്തിനാണ് ഉമ്മുൽ ഖുർആനായ ഫാത്തിഹയില്? ആ അധികാര പരിധിയിൽ കൈവച്ചുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ സ്വർഗവും നരകമൊക്കെ നിർണയിക്കുന്നത്. അള്ളാഹുവിന്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ്. പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന് ഉടമസ്ഥനായ റബ്ബ് തീരുമാനിക്കുന്നിടത്തിലേക്ക് പിന്നെ നമ്മൾ പറയാം ഓ നരകത്തിലാണ് ഇവൻ സ്വർഗത്തിലാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അശറത്തുൽ മുബശ്ശിരീങ്ങളെ പറഞ്ഞു എന്ന് പറയാം. ബാക്കിയുള്ളവരൊക്കെ ഇതിന്റെ അവകാശം അധികാരം ആര് കൊടുത്താ? ഞാനൊരു 12 വർഷം മുമ്പ് ഹജ്ജ് ചെയ്തു. ഹജ്ജും കഴിഞ്ഞ് വന്ന് പിറ്റേന്ന് നമുക്ക് അഭിമാനമാണല്ലോ, മാതൃകാപരമായ ഒരു കാര്യം. അവിടെ തന്നെ ഉണ്ട് 10,000 ക്യാമറ, നാട്ടുകാർ മൊത്തം കാണുന്നുണ്ട്. ഹജ്ജിന് പോകുന്നതിന് മുന്നേ പന്തലിട്ട് ജനങ്ങളൊക്കെ ചോറ് എടുത്ത് അറിയിച്ചുകൊണ്ട് പോകുന്ന കാര്യം പിന്നെ തിരിച്ച് ചെയ്തു വന്നപ്പോൾ പിന്നെ അറിയിക്കാൻ പാടില്ല എന്ന് ശരിയല്ലല്ലോ. അതെന്ത് ലോജിക്കായി? തിരിച്ചു വന്നപ്പോ അഭിമാനത്തോട് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത, അപ്പൊ അതിന്റെ താഴെ ഒരു ചങ്ങായി, നിന്റെ ഒന്നും ഹജ്ജ് അള്ളാഹ് സ്വീകരിച്ചിട്ടില്ല. അപ്പൊ എന്റെ സുഹൃത്ത് ചേർന്ന് ചോദിച്ചു, ആ ആപ്പ് ഒന്ന് പറഞ്ഞു തരുമോ, കാരണം ഞാൻ 2-3 ഉംറ ചെയ്തിന്. ആപ്ലിക്കേഷനിൽ അറിയാൻ പറ്റുമെങ്കിലേ ഈ സ്വീകരിച്ചോ ഇല്ലാത്തൊക്കെ മൂപ്പര അറിഞ്ഞ് തീരുമാനിച്ചു പോയി. അൽ ഹജ്ജു അറഫ എന്നാ ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ തിരിയേണ്ടി വന്ന തിരിയുന്ന സന്ദർഭം, അവനുമായി ലയനം പ്രാപിക്കുന്ന സന്ദർഭം, നമ്മളാരാണ് മനസ്സിലാക്കി നമ്മളെ സ്വന്തത്തിൽ ദൈവ സാന്നിധ്യം മനസ്സിലാക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഹജ്ജ്. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു കർമ്മത്തിന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ എക്സ്പീരിയൻസ് നല്ലതാണ്. ജനലക്ഷങ്ങൾ ആണും പെണ്ണും വ്യത്യാസം ഇല്ലാതെ ഒരുമിക്കുന്ന ഒരിടം. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. നമ്മൾ സ്വന്തം വീട്ടിൻ്റെ അടുത്ത്, ഞാൻ ചെറുപ്പം മുതൽ കാണുന്ന ജമീൽ ചാനയും ജാനകിച്ചേരിയും മറ്റുള്ളവരൊക്കെ കാണാതിരിക്കാൻ വേണ്ടി കല്യാണപ്പുറയിൽ ഒരു മാറ. ചെറുപ്പം മുതൽ നമ്മൾ കാണുന്ന സ്ത്രീകളെ നമ്മൾ കാണാതിരിക്കാൻ. എന്നാൽ ലോകത്തെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട സ്ഥലം എന്നൊരു വിശ്വസിക്കുന്ന മസ്ജിദുൽ ഹറമിൽ ആണും പെണ്ണും എല്ലാം ഒരുമിച്ച് ഇങ്ങനെ. ആ ഭയഭക്തി തന്നെ നിങ്ങൾക്ക് എല്ലായിടത്തും ഉണ്ടായാൽ പോരെ? മാനസിക നില തകരങ്ങളാവാതെ സൂക്ഷിച്ചാൽ പോരെ? എന്തിനേ പെണ്ണുങ്ങളെ കാണുമ്പോൾ പേടിക്കുന്നേ? എന്തിനാ അങ്ങനെ പേടി? എന്റെ വീട്ടില് ആ പരിസരത്ത് പാറപ്പള്ളിയിലോ മറ്റോ വരുന്ന ആളുകളല്ലാണ് എന്നെ നോക്കി വരുന്നല്ല. എങ്ങനെയൊക്കെ കൊല്ലത്ത് എത്തിപ്പെടുന്ന ആളുകൾ ഷാഫിന്റെ വീടാന്ന് പറഞ്ഞാൽ ഒന്ന് വരുമ്പോ മെനിഞ്ഞാന്നും ഒരു സ്ത്രീനോട് ഞാൻ മറുപടി പറഞ്ഞു മടുത്തു. ഇങ്ങനെ അവരെ മക്കള് എന്റെ കൂടെ പ്രായപൂർത്തിയായ പെൺകുട്ടികളാണ്. എന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ നേരത്ത്, മോനെ എന്റെ ഭാര്യ എന്താ വിചാരിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ആദ്യത്തുനിന്ന് റജില പറഞ്ഞേ, മൂപ്പര് നിങ്ങൾ പെൺകുട്ടികളെ കൂടെ നിന്നിട്ടില്ലെങ്കിലാ ഞാൻ വിചാരിക്കുക ആള് ശരിയല്ലെന്ന്. കാരണം ശരിയുള്ള ഒരുത്തന് എവിടെ പോയി നിൽക്കുന്നതിനെന്താ? തന്റെ കുഞ്ഞുങ്ങളെ പോലെ, തന്റെ പെങ്ങന്മാരെ പോലെ, തന്റെ സഹോദരങ്ങളെ പോലെ മറ്റുള്ളവരെ കാണാൻ പഠിച്ചാൽ, ആ മാനസികാവസ്ഥ ഉണ്ടാക്കിയാൽ നമുക്ക് മസ്ജിദുൽ ഹറമിൽ നിൽക്കുന്ന അതേ പരിശുദ്ധി ഉണ്ടാവും. മനസ്സ് നന്നാക്കിയ ലോകത്ത് എവിടെ പോയാലും. അതിനുള്ള സൂചനയ്ക്കാണ് ആ ഐക്യം നിലനിർത്തിയത്. ഹജ്ജ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജനിക്കുന്നതിന് മുമ്പേ ഉള്ള ആചാരമാണ്. അത് ക്ഷേത്രമായിരുന്ന അങ്ങനെ കൊണ്ടുനടന്ന കാലത്തും ആ ആചാരം അവിടെ ഉണ്ട്. അത് നിലനിർത്തിയത് എന്തിനാ? മനുഷ്യൻ ഐക്യപ്പെടുന്ന ഒരു ദിവസം, അല്ലെ മനുഷ്യർ ഐക്യപ്പെടുന്ന നിമിഷങ്ങൾ, ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ഐക്യപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നടക്കുന്ന ഉത്സവങ്ങളും ഉറൂസുകളും സമ്മേളനങ്ങളൊക്കെ ജനങ്ങൾക്ക് ജീവിത തടസ്സം ഉണ്ടാക്കാത്ത, റോഡിന് ബ്ലോക്കാവാത്ത, ജനങ്ങളെ സന്തോഷം കൊടുക്കുന്ന, ഒരുപാട് ആളുകൾക്ക് കച്ചവടവും ഉപജീവന മാർഗമൊക്കെ കൊടുക്കുന്ന തോന്നിവാസങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും, അതായത് ഈ ആന വന്ന് പാവത്തിനെ വെയിലത്ത് കൊണ്ടിച്ച് നിർത്തി അതിന് മതമിളകി അതിനെ കൊണ്ട് 5 ആൾ മരിച്ചു, അങ്ങനത്തെ ഒന്നല്ല ഞാൻ പറഞ്ഞത്. മനുഷ്യർ ഐക്യത്തോട് സംഗമിക്കുന്ന എല്ലാ സംഗമങ്ങളും, കല്യാണമായാലും അതെന്ത് സംഭവങ്ങളായാലും, ഇനിയിപ്പോ നമ്മളെ പോലുള്ള ആളുകൾ നടക്കുന്ന പരിപാടി കാണാൻ വരുന്നതായാലും, ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ സ്കൂളിലും മദ്രസയിലൊക്കെ അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ ഇരുന്നതിന് ശേഷം ആദ്യമായിട്ടായിരിക്കും അച്ചടക്കത്തോടുകൂടി എല്ലാവരും കൂടി സമ്മേളിക്കുന്ന സദസ്സ്, കല എന്ന് പറയുന്നത് നടക്കുന്നിടത്തുണ്ടല്ല. അവിടെ പിന്നെ വിഭാഗീയതൊന്നുമില്ല. അപ്പൊ മക്കളെ, നിങ്ങളെ എഡ്യൂക്കേഷനെ കുറിച്ചൊന്നും എനിക്കൊന്നും പറയാനില്ല. കാരണം നിങ്ങൾ എന്നെക്കാളൊക്കെ നന്നായി പഠിക്കുന്ന കുട്ടികളാണ്. നന്നായിട്ട് പഠിച്ച് നിങ്ങൾ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഗ്രാജുവേഷൻ നേടിയാൽ മാത്രം പോരാ. ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാൻ നിങ്ങളുടെ വാക്കുകൾക്കും നിങ്ങളുടെ പെരുമാറ്റത്തിനും സമ്പത്തിനും നിങ്ങളുടെ സമയത്തിനും കഴിയുമ്പോഴാണ് നിങ്ങൾ സമ്പൂർണ്ണ മനുഷ്യരാണ്. ഇൻസാൻ കാമിൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ഏത് മേഖലയിൽ ആളെ പറ്റിക്കാത്ത എല്ലാ മേഖലയിലും നിങ്ങൾക്ക് പ്രവർത്തിക്കാം. എന്റെ മക്കളോട് ഞാൻ പറഞ്ഞ ഉപദേശമാണ്, ജനങ്ങൾക്ക് ഉപദ്രവകരമല്ലാത്ത, ആരെയും ചതിക്കാത്ത ഏത് മേഖലയും തിരഞ്ഞെടുക്കുക. അത് പടച്ചോൻ എവിടെയും തടസ്സപ്പെടുത്തിയിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക, അവരങ്ങനെ വിശ്വസിച്ചോട്ടെ, ഇനി നമുക്ക് യാതൊരു തർക്കവും ഇല്ല. നമ്മൾ ആരോടും തർക്കിക്കാൻ പോകുന്നില്ല. ഇങ്ങോട്ട് തർക്കിക്കാൻ വരികയും വേണ്ടെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാൻ. എന്തിനായി തർക്കത്തിന് വരുന്നത്? പോലെ തന്നെ പറയും, ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അവന് പടച്ചോൻ
തീരുമാനിച്ചോളും എന്ന് പറയുന്നതിൽ പിന്നെ എന്തിനാണ് ഈ പടപ്പുകൾ പടച്ചോന്റെ വേഷം കെട്ടാൻ വരുന്നത്? ഇത് മനസ്സിലാകുന്നില്ല. ഞാൻ എൻ്റെ ദൈവത്തെ കുറിച്ച് പറയാൻ ചിലർ പറയും നീ എന്നാള് പറയുന്നു, അങ്ങനെയൊന്നുമില്ല. ഞാൻ വിശ്വാസിയാണെങ്കിൽ എൻ്റെ ബാധ്യതയാണ്, വെറും പിന്നെ അതായത് എൻ്റെ അവകാശം മാത്രമല്ല, എൻ്റെ ബാധ്യത കൂടിയാണ്. എന്ത് റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ പഠിച്ച ദൈവികതയെ അത് പ്രൗഢോജ്വലമായി മറ്റുള്ളവരിലേക്ക് പകരുക. അതിലൂടെ നൂറിൽ മിൻ നൂറില്ല എന്ന് പറഞ്ഞിട്ട് ഈ പ്രകാശധാര സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. അപ്പൊ അതിനു വേണ്ടി സജ്ജരാവാൻ ഉള്ള ഒരു സദസ്സായി നിങ്ങൾ ഇതിനെടുക്കണം. അതിൻ്റെ ഇടയിൽ കളിയും ചിരിയും ഒന്നും മറന്നുകൊണ്ട, അതൊക്കെ ഇതിന്റെ ഭാഗമാണ് അല്ലേ? കളിയും ചിരിയും വിനോദവുമാണ് ദുനിയാവിലെ ജീവിതം എന്ന്. അത് സ്ലാങ്ങിൽ നിന്ന് മാറ്റിപ്പിടിച്ച് ഭീകരമായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അതിലൊന്നും പെട്ടുപോലുള്ള അർത്ഥം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്, കളിയും ചിരിയും വിനോദവും മാത്രമാണ് ദൈഹിക ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സമ്പത്തിനെയൊക്കെ ചെലവഴിക്കുമ്പോൾ മനുഷ്യർക്ക് സന്തോഷമുള്ള സമാധാനം പകരുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ ബാധ്യത പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് അതിനെ ഉപയോഗിക്കുക എന്നാണ് നമ്മളോട് ഗുരുവാൻ പറയുന്നത്. അപ്പൊ അത് തിരിച്ചറിയുക. എല്ലാ സന്തോഷത്തോടും കൂടി എല്ലാ ജീവികളിലും ദൈവത്തിന്റെ കയ്യൊപ്പ് കണ്ടുകൊണ്ട്, പടച്ചോന്റെ കയ്യൊപ്പ്, പടച്ചോന്റെ സാന്നിധ്യം എല്ലാവർക്കും, ലാ മൗജൂദ ഇല്ലല്ലാ ലാ മഅബൂദ ഇല്ലല്ലാ, അത് രണ്ടും മനസ്സിലാക്കി എങ്ങനെ മനസ്സിലാവും. നിങ്ങൾക്ക് എല്ലാത്തിലും അള്ളാഹുവിനെ ആസ്വദിക്കാൻ പറ്റും. 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചു കണ്ണില്ല, കൈയില്ല, മൂക്കില്ല എന്നൊക്കെ, കാലില്ല എന്നൊക്കെ. അപ്പൊ ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു എനർജിയാണ്. അപ്പൊ അതിന് കൈ ആവേണ്ട അവസ്ഥയിൽ കൈയായി മാറേണ്ടതും, കാലാവേണ്ട അവസ്ഥയിൽ കാലായി മാറേണ്ടതും, കണ്ണാവേണ്ട അവസ്ഥയിൽ കണ്ണാവേണ്ടതും, നാവാവേണ്ട അവസ്ഥയിൽ നാവായി സംസാരിക്കേണ്ടതും നമ്മളെ ബാധ്യതയാണ്. അതല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിലൂടെയാണ് നമ്മൾ അള്ളാഹുവിന്റെ കലാമിനെ കേൾക്കുന്നത്. അല്ലാണ്ട് അള്ളാഹു നമ്മളെ ഓരോരുത്തരുടെ ചെവിയിലും വന്ന് നേരിട്ട് സംസാരിച്ചതല്ല. പക്ഷെ ആ പ്രവാചകന്റെ ഉള്ളിൽ നിന്ന് അത് പുറത്തേക്ക് ദൈവികമായ സംസാരമായിട്ട് വരണമെങ്കിൽ അകത്തുണ്ടല്ലോ. അപ്പൊ അതാണ് പുറത്തൊരു പുസ്തകം കാണിച്ചു കൊടുക്കാതെ ജിബ്രീൽ ഇഖ്റ വായിക്കാൻ പറഞ്ഞു. വായിക്കുക എന്ന് പറയുന്നത് അല്ലാണ്ട് പറയുക എന്നല്ല പറയുന്നേ, വായിക്കുക എന്ന് തന്നെ പറയുന്നേ. എൻ്റെ അകത്ത് നിക്ഷിപ്തമായ കാര്യത്തെ, അത് ഏൽപ്പിക്കപ്പെട്ട കാര്യത്തെ ജനങ്ങൾക്ക് വായിച്ചു കൊടുക്കാനാണ് പറയുന്നത്. ഈ ഉത്തരവാദിത്തം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ? അതിനുശേഷം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വസ്വാലിഹീൻ എന്നൊക്കെ പറയുന്നത് നിങ്ങളെല്ലാരെയും കുറിച്ചാണ്. നമ്മൾ വിചാരിക്കുന്ന അത് ഏതോ ഒരു ഹോസ്റ്റലിൽ മാത്രം കുറച്ച് ബിരുദാനന്തര ബിരുദെടുത്താൽ മാത്രം കിട്ടുന്നതാണ്. ഒരിക്കലില്ല. നല്ല മനുഷ്യരാകാൻ ശ്രമിച്ചാൽ, എല്ലാവരെയും സ്നേഹിക്കാൻ പഠിച്ചാൽ, എല്ലാവർക്കും വേണ്ടി ജീവിക്കാൻ പഠിച്ചാൽ, നിങ്ങളും മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വസ്വാലിഹീൻ എന്ന് പറയുന്ന ഗണത്തിൽപ്പെടും. നിങ്ങൾക്ക് ആ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഉണ്ടാവും. ഉറങ്ങണ്ട, ഞാനിപ്പോ പാട്ട് പാടും. പിന്നെ ഇവരെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ പ്രായം അതാണ്. നമ്മളിതൊക്കെ കാലമുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് വേറെ സ്ഥലത്താണ്. ഇപ്പൊ സിമ്പിളായിട്ട് മാത്രമേ ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചിരിക്കാൻ കാരണം വേണമെന്നല്ല. ഇപ്പൊ ഞാൻ എന്ത് പോസ്റ്റ് ചെയ്താലും പുതിയ പണ്ഡിതൻ എന്ന് ട്രോള് കിട്ടാറുണ്ട്. എന്തായാലും ആ ട്രോളിലൂടെയെങ്കിലും ഓല് എന്നെ പരിഗണിക്കുന്നതിൽ സന്തോഷം. ഞാനൊന്നും ഒരു പണ്ഡിതനല്ല, ഒരു കുണ്ടുമല്ല. നമ്മൾ നല്ലൊരു വിദ്യാർത്ഥിയായിരിക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അറിയാത്ത കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്, അറിവുള്ളവരിൽ നിന്ന് കേൾക്കുന്നു. ആ കൂട്ടത്തില് അറിവുള്ള ഒരാളാണ് മനുഷ്യരാശിക്ക് നിലനിൽപ്പുണ്ടാകാൻ വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന മനുഷ്യനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മുസ്തഫ മൗലവി എന്ന് പറയുന്ന പണ്ഡിതനെ എൻ്റെ സുഹൃത്താക്കി എടുത്തത്. ഞാനൊരു സൂഫി ചിന്താധാരയിൽ പോകുന്ന ഒരാളാണ് സുഹൃത്ത്. അദ്ദേഹം അങ്ങനെ ഈ സൂഫികളുടെ ദർഗയിലൊന്നും പോയിരിക്കുന്ന ആളല്ല. പക്ഷെ സൂഫികളുടെ ദാർശനികത ശരിയാണ്, അതിനെ ശരിയും തെറ്റും ഒക്കെ മനസ്സിലാക്കിയ ആളാണ്. അതുകൊണ്ട് മൂപ്പരുടെ അടുത്ത് ശിഷ്യത്വം സ്വീകരിച്ച് പുതിയൊരു മതമൊക്കെ ഉണ്ടാക്കാനാണ് ഞങ്ങളെല്ലാവരും, അല്ലെങ്കിൽ അദ്ദേഹത്തെ വെള്ളിയാഴ്ചകൾ തോറും കേൾക്കാനിരിക്കുന്ന മനുഷ്യരെല്ലാവരും പുതിയ മതം ഉണ്ടാക്കുക എന്നൊക്കെയാണ് ചിന്തിക്കാത്ത ജനത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ചിന്തിക്കുന്നില്ല എന്താണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ നാടൻ ഇന്റർവ്യൂ, എൻ്റെ ജീവിതത്തെക്കുറിച്ചും എൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചും എൻ്റെ മേഖലയെ കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ച ആ ഇന്റർവ്യൂവിന്റെ താഴെ അതെന്താന്ന് കേൾക്കാഞ്ഞു. സംഭവം എന്താ അറിയോ? എന്നെ ഇരുത്തിയിട്ട് ഇന്റർവ്യൂവർ പറയാണ്, താങ്കൾ എഴുത്തുകാരനും പാട്ടുകാരനും മറ്റേ അങ്ങനെ കുറെ എക്സെട്ര ഇങ്ങനെ പറഞ്ഞ് മാപ്പിളപ്പാട്ടിന്റെ സുൽത്താനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സഹോദരൻ, ഞാനിതൊന്നുമല്ല എന്ന് മാത്രമല്ല, മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻമാര് ആരാന്നും കൂടി ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് മാപ്പിളപ്പാട്ടിന് എനിക്ക് അറിയാവുന്ന ചരിത്രങ്ങൾ
450 വർഷത്തെ ചരിത്രം ഇതിനുണ്ട്. ഇതൊരു നാടൻ കലാരൂപം മാത്രമല്ല, ഇത് വിപ്ലവകരമായ ഒരുപാട് ഇടപെടലുകൾ അവസരോചിതമായി എല്ലാ കാലത്തും നടത്തിയിട്ടുള്ള ഒരു ശാഖയാണ് മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞ് അയാൾക്ക് വിശദീകരിച്ചു കൊടുത്തതിന് താഴെ ഇവനെയൊക്കെ സുൽത്താനായിട്ട് പ്രഖ്യാപിക്കുന്നു. നിനക്ക് തലക്ക് സുഖമില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ആ ചങ്ങ പിന്നെ കുറെ തെറിയാണ്. ഇതെന്താന്ന് കേൾക്കുന്നില്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളെയൊക്കെ കേൾക്കാണ്ടാണ് വിമർശനം വരുന്നത്. മുസ്തഫ മൗലവിയാ ഇന്നത് പുതിയ മതം ഉണ്ടാക്കുന്ന ആള് ഇന്നാളാണോ ഓൻ സംസാരിച്ച ഇന്നത്? അങ്ങനെയില്ല, കേൾക്കണം. അത് കേൾക്കണ്ടാണ്. ആദ്യം നിങ്ങൾ അതൊക്കെ കേൾക്കണം, എന്നിട്ട് വേണം ഓരോ വിമർശിക്കാന്ന് പറഞ്ഞ ടീം ഇപ്പോ ഓരോ കേൾക്കല്ലേ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം കേട്ടാൽ കച്ചവടം കൂട്ടിപ്പോകുന്നുണ്ട് അപ്പുറത്ത്. ഞാൻ ലാസ്റ്റ് ദ്വീപിലൊരു വൈറലായ ഗായകന് റിവാർ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലോ, ഇവിടെ അത് പാടി വൈറലായി. പുള്ളി എന്റെ വീട്ടിൽ വിരുന്നുകാരനായി വന്നിരുന്നു. തലേന്ന് ഇരുന്ന് എഴുതിയ ഒരു പാട്ട് പുള്ളിനും കൂടെ ഞാൻ പാടിച്ചു. അതിനകത്ത് ഞാനിത് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിത് ഈ പാട്ടുകൾ, അതായത് എന്താണ് മനുഷ്യൻ ജനിച്ചതിന് പിന്നിലുള്ള ചേതോകാരൻ, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണോ. മനുഷ്യനെ മിക്കവാറും ആളുകൾക്ക് ഈ സ്ട്രെസ് വരുന്നത്, എല്ലാ സുഖ സൗകര്യങ്ങൾ ഉണ്ടായാലും സമാധാനം എന്ന് പറഞ്ഞാൽ കിട്ടാത്തത്. സമാധാനം എന്തിനു വേണ്ടിയിട്ട് വന്നു എന്ന് മനസ്സിലാകാത്തതിന്റെ പ്രശ്നം സമാധാനക്കേട്. അത് മനസ്സിലാക്കിയാൽ, നമ്മൾ ദൈവത്തിന്റെ കൈയാണെന്ന് മനസ്സിലായാൽ നമ്മൾ എത്ര ശക്തരാണെന്ന് നമുക്ക് മനസ്സിലാവും. മരിക്കാൻ ഒരു പേടി ഉണ്ടാവില്ല. ഇന്നാലില്ലായി വൈനായില്ലായി രാജീവ് എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ മരിക്കാൻ പേടിയുണ്ടാവുക? ദൈവത്തിൽ നിന്ന് വന്നു ദൈവത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് ഇവന്റെ വായ കൊണ്ട് തന്നെ പറയുന്നത്. ദൈവത്തിലേക്ക്, പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് ഒരാൾക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞാൽ അതിന് വലിയ സൗഭാഗ്യം വേറെ ഉണ്ടോ കൂട്ടരെ? പിന്നെ എന്തിനാണ് മരിക്കുന്നതിനും വേണ്ടി നിലവിളിക്കുന്നത്? മരിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാ പേടിക്കുന്നത്? ഞാൻ ആലോചിക്കുന്നത്, മരണം എന്ന് പറയുന്നത് ഇത്ര നല്ല സുഖമുള്ള ലയനമാണെങ്കിൽ അതിൽ മരിക്കുവാനാ എനിക്ക് പൂതിയായി എന്ന് പാട്ട് ഇത് KH-ന്റെ പാട്ടിൽ അങ്ങനെ ഒരു വരിയുണ്ട്. മരിക്കുവാനായി എനിക്ക് പൂതിയായി, മണിയറ വാതിൽ നാലും തുറന്നുപോയി. അങ്ങനെ വിചാരിക്കുന്ന മണിയറയും വാതിലൊന്നുമല്ല. ജ്ഞാനത്തിന്റെ ബോധത്തിന്റെ 4 വാതിലുകളും തുറക്കപ്പെട്ട ഒരു മനുഷ്യന് ഈ കച്ചറൊക്കെ വിട്ട് ഈ ദേഹേച്ഛയിൽ നിന്നൊക്കെ മോചിതനായി റൂഹ് എന്തിൽ നിന്ന് പുറപ്പെട്ട അത് തിരിച്ച് അതിന്റെ തറവാട്ടിലേക്ക് പോയി ചേരുക എന്ന് പറഞ്ഞാൽ പ്രകൃതിയോടൊപ്പം നമ്മൾ ചേർന്ന് പിന്നീട് അടിക്കുന്ന കാറ്റിലും മഴയിലും മേഘങ്ങളിലും പൂക്കളിലും പൂമ്പാറ്റകളിലൊക്കെ നമ്മുടെ സാന്നിധ്യമുണ്ട്. നേരെ മറിച്ച് പ്രകൃതിയിൽ നിന്ന് പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുത്ത് നമ്മൾ കഴിക്കുന്നില്ലേ? മീനും പച്ചക്കറിയും കണ്ട പോത്തിനെ ആടിനെ കോഴിനൊക്കെ തിന്നുന്നില്ലേ? അവർക്ക് അന്ന് വരെ ഒരു ഭാഷ ഉണ്ടായിരുന്നില്ല, മനുഷ്യനെ പോലത്തെ ലക്ഷ്യങ്ങളില്ല, മനുഷ്യനെ പോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ മനുഷ്യന്റെ ഭാഗമായി മാറി പിന്നീട് അവർ നമ്മുടെ ഭാഗമായി മാറി നമ്മളിലൂടെ ഒരു അടിപൊളി ലൈഫ് അവരും ആസ്വദിക്കുന്നത്. അതുപോലെയാണ് നമ്മൾ ഇവിടുന്ന് അസ്തമിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഉള്ളതിനേക്കാളും പ്രബലമായ ഒരു ശക്തിയായിട്ടാണ് നമ്മൾ ദൈവത്തിൽ ചേരാൻ പോകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളിത് ഞാൻ പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നു വേണ്ട കേട്ടോ. നമുക്ക് അങ്ങനത്തെ ഇടപാടൊന്നുമില്ല. അത് മെമ്പർഷിപ്പ് കൊടുക്കുക, ഇങ്ങ് പോരീന്ന് പറയുക, ഇത് മാത്രം ശരിയെന്ന് ശാഠ്യം പിടിക്കുക. ഈ പറഞ്ഞത് മാത്രം ശരികളിൽ നിന്നും ഒരു വാശിയും എനിക്കില്ല. മനുഷ്യത്വം കുറെ പറയാൻ ശ്രമിക്കുന്നു, അത്രേ ഉള്ളൂ. അതിൽ ശരികളുണ്ടോ തെറ്റുകളുണ്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ടോ അത് മാത്രം എടുത്താൽ മതി.